ഏറ്റവും വിശേഷതകൾ നിറഞ്ഞ ഒരു മഹാശിവരാത്രി ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഈശ്വരാധീനം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശിവരാത്രി ദിവസം ആശംസിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് നോക്കുമ്പോഴും വളരെയധികം പ്രത്യേകതകൾ നിരവധി ആളുകളിലേക്ക്, അതായത് പല രാശിക്കാരിലേക്കും വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഫെബ്രുവരി 26 മഹാശിവരാത്രി ദിനമായി വരുന്നത്. അതായത് വേദജ്യോതിഷം അനുസരിച്ച് നോക്കുമ്പോൾ 149 വർഷങ്ങൾക്ക് ശേഷം 5 രാശിക്കാർക്ക് അത്ഭുതകരമെന്ന് തന്നെ പറയേണ്ട തരത്തിലുള്ള സൗഭാഗ്യവും സമ്പത്തുമെല്ലാം ഒന്നായി വന്നു ചേരുന്ന ഒരു ദിവസം കൂടിയാണ് ഈ മഹാശിവരാത്രി ദിവസം. അതുപോലെ തന്നെ മഹാശിവരാത്രിക്ക് ശേഷമുള്ള ഫെബ്രുവരി 27, 28 അങ്ങനെ ഫെബ്രുവരി അവസാനത്തോട് ചേർന്ന് മാർച്ചിന്റെ തുടക്കം വരെ നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഭാഗ്യമഴ തന്നെയാണ് വരുവാൻ പോകുന്നത്. അതിനെപ്പറ്റിയും അതിന്റെ കാര്യകാരണങ്ങളെ പറ്റിയും എല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായി ഇന്നത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രപഞ്ചസത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മഹാശിവരാത്രി ദിനത്തിന്റെ വളരെയധികം പ്രത്യേകതകളിൽ ഒന്നാണ് ഈ മഹാശിവരാത്രി ദിവസം തന്നെ സൂര്യൻ, ബുധൻ, ശനി എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ഒരേ രാശിയിൽ വന്ന് നിൽക്കുകയാണ്. അതായത് ഈ 3 ഗ്രഹങ്ങളും ഒരേ രാശിയിൽ നിൽക്കുന്നത് നിങ്ങളുടെ പല വ്യക്തികളുടെയും ജീവിതത്തെ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദിക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ സമയത്ത് മഹാദേവന്റെ എല്ലാ അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഈ ശനിയുടെയും സൂര്യന്റെയും ബുധന്റെയും ഒക്കെ എന്നീ ഈ ദേവന്മാരുടെ അനുഗ്രഹവും നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പല ഭാഗ്യങ്ങളുമായിരിക്കും നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ ഈ മഹാശിവരാത്രി ദിവസം മുതൽ ഈ ഫെബ്രുവരി മാസം അവസാനം മാർച്ച് ആദ്യ പകുതി വരേക്കും ഇതിന്റെ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്നത്, ആദ്യത്തെ രാശിക്കാരായിട്ട് വരുന്നത് മേടം രാശിക്കാരാണ്. മേടം രാശിക്കാർക്ക് ഒരു ജീവിതകാലത്തേക്കുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും ഒറ്റയടിക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പല അവസരങ്ങളും പല സാഹചര്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമായിരിക്കും ഈ മഹാശിവരാത്രിയുടെ ദിവസം മുതൽ അങ്ങോട്ടേക്കുള്ള മാർച്ച് മാസം പകുതി വരെയുള്ള ഒരു സമയം എന്ന് പറയുന്നത്. കാരണം ഈ മേടം രാശിയിൽ വരുന്ന ആളുകൾ, അതായത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇതുവരെ കടന്നുപോയിരുന്നത്. അതായത് എന്തെങ്കിലും ഒരു പരിഹാരം എന്നാണ് കാണാൻ പറ്റുന്നത്, എപ്പോഴാണ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ വളരെയധികം മനസ്സിൽ ചിന്തിച്ച് ആകുലപ്പെട്ട് വിഷമിച്ച് തളർന്നു പോയിട്ടുള്ളവരാണ് ജീവിതത്തിൽ എന്ന് തന്നെ പറയുന്നതായിരിക്കും സത്യം. എന്നാൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില മാർഗങ്ങൾ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്ന സമയമായിരിക്കും ഈ മഹാശിവരാത്രി ദിവസം മുതൽ അങ്ങോട്ടേക്കുള്ള ദിനങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഭഗവാന്റെ അനുഗ്രഹം അത്രത്തോളം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെ നിങ്ങൾ കൈവെക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിലെല്ലാം ഐശ്വര്യവും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം ഭഗവാന്റെ വശത്ത് നിന്ന് നിങ്ങൾക്കുണ്ടാകും. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം വളർച്ച കാണുവാൻ നിങ്ങളാൽ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പങ്കാളിത്ത ഏതൊരു വ്യക്തിയോടാണോ നിങ്ങൾ പങ്കാളിത്ത ബിസിനസ്സിൽ പെട്ടിരിക്കുന്നത്, ആ വ്യക്തിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടും വളരെയധികം സഹായവും നിങ്ങളുടെ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വ്യക്തികളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന തരത്തിലുള്ള അനുകൂല ഭാവമായിരിക്കും മേടം രാശിക്കാർക്ക് ഈ 27 തീയതി 28 അങ്ങനെ ഈ മാസത്തിന്റെ അവസാനം മുതൽ മാർച്ച് മാസം പകുതി വരേക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ നിങ്ങൾ സ്വന്തമാക്കുന്ന എല്ലാ നേട്ടങ്ങളും കുറച്ചു നാളത്തേക്ക് മാത്രം നിൽക്കുന്നവയായിരിക്കില്ല. ഒരു നീണ്ട കാലയളവിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം മെച്ചപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ സ്ഥിരതാമസമാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള മേടം രാശിക്കാരിൽ അങ്ങനെ ഒരു യോഗവും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ കാണിക്കുന്ന ഈ ഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണ്. കാരണം മഹാദേവന്റെ അനുഗ്രഹത്തോടൊപ്പമാണ് ഈ ഗ്രഹ സംയോഗങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നത്.
അതുപോലെ തന്നെ ഈ മഹാശിവരാത്രി ദിനത്തിൽ ഉണ്ടാകുന്ന ഗ്രഹങ്ങളുടെ ഒന്നിക്കൽ കൊണ്ടും മാത്രമല്ല ഈ ഒരു മഹാദേവന്റെ അനുഗ്രഹം എല്ലാം നിങ്ങളിലേക്ക് ഒരേ സമയം സിദ്ധിക്കുന്നതിനാൽ തന്നെ ഫെബ്രുവരി 26 മുതൽ ഉള്ള മാർച്ച് പകുതി വരെയുള്ള കാലയളവിനുള്ളിൽ വളരെയേറെ നേട്ടങ്ങൾ കൊയ്യുവാൻ പോകുന്ന അടുത്ത രാശിക്കാരായിട്ട് വരുന്നത് മിഥുനം രാശിക്കാരായിട്ടുള്ള ആളുകളാണ്. അതായത് മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ സമ്പത്ത് ലഭിക്കും എന്നതിനുള്ളതിന് പുറമേ തന്നെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷവും മനസ്സമാധാനവും എന്തെന്നില്ലാത്ത ഒരു സന്തോഷം ജീവിതത്തിൽ അനുഭവിക്കുവാൻ തന്നെ ഒരു ഭാഗ്യം വേണം എന്ന് വേണം പറയാൻ. കാരണം ഏതൊരു വ്യക്തികളെ എടുത്ത് നോക്കിയാലും ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മനസ്സമാധാനം എന്ന് പറയുന്നതില്ല. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാരണത്തെ പറ്റി ഓർത്ത് ചിന്തിച്ച് മനസ്സ് വിഷമിച്ച് സമാധാനമായിട്ട് ഒന്ന് ഇരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എല്ലാ വ്യക്തികൾക്കും തന്നെ. എന്നാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് മിഥുനം രാശിക്കാരായിട്ടുള്ള മകയിരം, തിരുവാതിര, പുണർദം ഉൾപ്പെടുന്ന മിഥുനം രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലയളവാണ് ഈ ഒരു മഹാശിവരാത്രിക്ക് ശേഷമുള്ള, അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം കഴിയുന്നതും അതോടുൾപ്പെടെ അതിന്റെ കൂടെ തന്നെ മാർച്ച് മാസം പകുതി വരെയുള്ള ഒരു കാലയളവ്. വളരെയധികം ഈ മിഥുനം രാശിക്കാരായിട്ടുള്ള മാതാപിതാക്കൾക്കൊക്കെ നിങ്ങളുടെ മക്കളുടെ പല കാര്യങ്ങളും, അതുപോലെ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകുവാനും അവർക്ക് ഏറ്റവും നല്ല സുഖ സൗകര്യങ്ങൾ നൽകുവാനും ഒക്കെ വേണ്ട തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഉന്നമനവും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ തന്നെ മിഥുനം രാശിക്കാർക്ക് നിങ്ങളുടെ ഭവനങ്ങളിൽ ചില സന്തോഷകരമായുള്ള വാർത്തകൾ, അതായത് നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ചില മംഗളകരമായ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കുന്നതായിട്ടും ഇപ്പോഴത്തെ ജ്യോതിഷപ്രകാരമുള്ള ഫലത്തിൽ കാണുന്നുണ്ട്. അതുപോലെ മിഥുനം രാശിക്കാർ വളരെയധികം ജോലി സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകൾക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്ന ഒരു സാഹചര്യം മാർച്ച് പകുതിയോടുകൂടി നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ കഴിയുന്നതായിട്ടും ഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ രീതിയിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിക്കുന്നത് വഴി നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാര്യമാവാം. എന്തുകൊണ്ടും നിങ്ങളുടെ വരുമാന മാർഗത്തെയും നിങ്ങളുടെ സമ്പാദ്യത്തെയും ഒക്കെ കൂടുതൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ ഈ ഒരു ഗ്രഹങ്ങളുടെ സംയോഗം കൊണ്ടും അതുപോലെ തന്നെ ഈ മഹാശിവരാത്രിക്ക് ശേഷമുള്ള ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷം കൊണ്ട് വളരെയധികം ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേടുവാൻ പോകുന്ന അടുത്ത രാശിക്കാരായിട്ട് വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള ആളുകളാണ്. സമ്പത്ത് ഇരട്ടിയാകുന്ന തരത്തിലുള്ള അവസരങ്ങളായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത്. ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ ഒരു കാലയളവിൽ ഭാഗ്യം സിദ്ധിക്കുന്നുണ്ട്. സ്വന്തം പേരിൽ, നിങ്ങളുടെ പേരിൽ തന്നെ വളരെയധികം പണം നിക്ഷേപിക്കുവാനുള്ള ഒരു ഭാഗ്യം, അതും ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള മകം, പൂരം, ഉത്രം വരുന്ന ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണിപ്പോൾ. അത് സ്വർണമായും പണമായും ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഒരു സൗഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്തുന്നത്. അത് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വരുന്ന ചില നേട്ടങ്ങൾ കാരണവും കൂടിയാണ് നിങ്ങൾക്ക് ഈ ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നത്. പക്ഷെ ഈ ഗ്രഹങ്ങളുടെ അനുഗ്രഹ ഭാവവും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹവും എല്ലാം ചേർന്നാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു നേട്ടം, ഇത്തരത്തിലൊരു ഉയർച്ച ജീവിതത്തിൽ കരസ്ഥമാക്കുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ തൊഴിൽ നേടുവാനായിട്ട് ആഗ്രഹിച്ച് വളരെയധികം ജീവിതത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സർക്കാർ ജോലിയിലേക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച വരുന്ന തരത്തിലുള്ള നേട്ടങ്ങളും കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് ഏറ്റവും അധികം ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണിത്. ഇനി അടുത്തതായിട്ട് അതുപോലെ തന്നെ വരുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾ. തുലാം രാശിക്കാരിൽ വളരെയധികം നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ നിങ്ങൾ എങ്ങനെ ജീവിതം, ഇനി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്, ആരോടൊക്കെയാണ് കടം വാങ്ങിയിരിക്കുന്നതെന്ന് പോലും അറിയില്ല, അത്രയധികം കടങ്ങളുണ്ട്. ഒരു വീട് പണി തീർക്കാനാണെങ്കിൽ ശ്രമിച്ചിട്ടും വീട് പണി കഴിയുന്നില്ല. അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെ ഓർത്ത് വളരെയധികം വിഷമിക്കുന്ന തുലാം രാശിക്കാരുണ്ട്. തുലാം രാശിക്കാരായിട്ടുള്ള ആളുകൾ അത്രയധികം മക്കളെ ഓർത്ത് വിഷമിക്കുന്നവർ ഏറെയാണ്. കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, മക്കളെ പഠിപ്പിക്കണം, നല്ല രീതിയിൽ അവർക്കൊരു ഭാവി വേണം, നമ്മളെപ്പോലെ ബുദ്ധിമുട്ട് അവരും അനുഭവിക്കരുതെന്ന് വളരെയധികം ആഗ്രഹിച്ച് മനസ്സ് നീറി വിഷമിച്ച് കഴിയുന്ന തുലാം രാശിക്കാരുണ്ട്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ചിത്തിര, ജ്യോതി, വിശാഖം ഉൾപ്പെടുന്ന തുലാം രാശിക്കാരുടെ മേൽ ഭഗവാന്റെ എല്ലാ കടാക്ഷങ്ങളും അതുപോലെ തന്നെ ഈ ഗ്രഹ സംയോഗം കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ അത്രയധികം
വ്യക്തമാണ്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ ഈ ഫെബ്രുവരി 26 മുതൽ അങ്ങോട്ട് മാർച്ച് പകുതി വരെയുള്ള സമയത്തിനുള്ളിൽ വളരെയധികം ശമനം കാണുന്നതായിട്ട് ഫലത്തിൽ ഇപ്പോഴുണ്ട്. കാരണം തുലാം രാശിക്കാരുടെ എല്ലാ പൂർവികമായിട്ടുള്ള സ്വത്തിൽ നിന്ന് ചില അവകാശം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഭാഗ്യം വരെ നിങ്ങൾക്ക് സിദ്ധിക്കുകയാണ്. എന്തെങ്കിലും തർക്കങ്ങൾ കൊണ്ടോ എന്തെങ്കിലും കുടുംബത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ടോ അതല്ല നിങ്ങളുടെ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാതിരുന്ന ചില സ്വത്തുകൾ നിങ്ങളുടെ പേരിൽ തന്നെ ആയി നിങ്ങളുടെ സമ്പത്തിന് അത് വളരെയധികം നേട്ടമായി വരികയാണ്. അതുപോലെ നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനം നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള സൗഭാഗ്യകാലമാണ് ഇപ്പോൾ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നിങ്ങൾ പോലും അറിയാത്ത തരത്തിലായിരിക്കും, അതായത് നിങ്ങൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വളരെയധികം ആശ്ചര്യത്തോടെ ചിന്തിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെയധികം മാനസിക സന്തോഷവും സമാധാനവും എല്ലാം ഈ ഒരു കാലയളവിൽ അനുഭവിച്ചറിയുവാൻ കഴിയും എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അവസാനമായി ഈ ഈ ഒരു മഹാഭാഗ്യകാലം അനുഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ ധനുരാശിക്കാരായിട്ട് വരുന്ന വ്യക്തികളാണ്. നിങ്ങൾ തൊഴിലിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലി സ്ഥലത്ത് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ഒരു വിധത്തിലുള്ള സംതൃപ്തിയും അനുഭവിക്കുവാൻ കഴിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചയുണ്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ചധികം നേട്ടങ്ങളുണ്ട്. അതിലേക്ക് എത്തിപ്പെടുവാനാണ് നിങ്ങൾ ഓരോ ദിവസവും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിലുള്ളവരെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയിക്കുവാൻ നിങ്ങൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക, മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരുടെ ഭാഗ്യകാലമാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ കാലയളവിൽ കരസ്ഥമാക്കുവാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഇടേണ്ട ഒരു എഫേർട്ട് അത് ഏത് മനുഷ്യനാണെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് അതിൻ്റെതായ എല്ലാ നല്ല ഫലങ്ങളും വരികയുള്ളൂ. അപ്പോൾ ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ നല്ല കാലം വരികയാണ്. നിങ്ങൾ തളർന്നു പോകാതെ ജീവിതം മുന്നോട്ട് നയിക്കുക. തീർച്ചയായും ഈ ഗ്രഹസംയോഗവും ഭഗവാന്റെ കടാക്ഷവും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അതുപോലെ തന്നെ ജ്യോതിഷപ്രകാരം പറയുന്നത് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു വരുന്ന രാശിക്കാരുടെ ഏറ്റവും നല്ല കാലയളവായിരിക്കും ഈ ഫെബ്രുവരി മാസം അവസാനം മുതൽ മാർച്ച് പകുതി വരെയുള്ള കാലയളവ് എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. എല്ലാ ഈശ്വര കടാക്ഷവും നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ എൻ്റെ നിത്യപൂജയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമന്റ് സെക്ഷനിൽ എഴുതിയിടുക. എല്ലാവർക്കും നാളെ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.